വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യം. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാലിതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലെ ഏറ്റവും ശക്തവും വിശ്വാസികൾക്ക് ഏറ്റവും ആശ്വാസവും നൽകുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ്, പ്രസ്താവനയാണ് ഈ വായിച്ചു കേട്ടത്. യോഹന്നാന്റെ കാലത്ത് മരണവും പാതാളവും മനുഷ്യരുടെ ഏറ്റവും വലിയ ഭയമായിരുന്നു. മരണത്തെ ആർക്കും ഒഴിവാക്കാനാവില്ലെന്നും പാതാളത്തിൽ നിന്ന് ആരും മടങ്ങി വരികയില്ലെന്നുള്ളതായിരുന്നു പൊതുവെയുള്ള ധാരണ. പ്രശസ്ത ബൈബിൾ പണ്ഡിതനായ ലിയോൺ മോറിസ് ഇപ്രകാരം എഴുതി: മരണവും പാതാളവും മനുഷ്യരുടെ മേലും അധികാരമുള്ള അവസാന ശക്തികളായി കണക്കാക്കപ്പെട്ടിരുന്നു. ധനവാനായാലും ദരിദ്രനായാലും രാജാവായാലും അടിമയായാലും എല്ലാവരും ഒടുവിൽ അവയുടെ പിടിയിലാകുന്നു എന്ന് താൻ പ്രസ്താവിച്ചു. ഒന്നാമതായി ചിന്തിക്കേണ്ടത് മരണവും പാതാളവും എന്താണ്. ഗ്രാൻഡ് ഓസ്ബോൺ എന്ന് പറയുന്ന പുതിയ നിയമ എഴുത്തുകാരൻ ഇപ്രകാരം വിശദീകരിച്ചു: വെളിപ്പാട് പുസ്തകത്തിൽ മരണവും പാതാളവും പല പ്രാവശ്യം ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയും. മനുഷ്യൻ മരിച്ച ശേഷം അനുഭവിക്കുന്ന യാഥാർത്ഥ്യത്തെ പ്രതിനിധീകരിക്കുന്ന രണ്ട് ശക്തികളായാണ് അവ സൂചിപ്പിക്കുന്നത്. മരണം മനുഷ്യന്റെ ഭൗതിക ജീവിതത്തിന്റെ അവസാനമാണ്. പാതാളം അല്ലെങ്കിൽ ഹെയ്റ്റ്സ് അന്തിമ ന്യായവിധിക്ക് മുമ്പ് മനുഷ്യരുടെ വാസസ്ഥലത്തെ സൂചിപ്പിക്കുന്ന സ്ഥലമാണ്. വെളിപ്പാട് പുസ്തകത്തിലെ മരണവും പാതാളവും നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയും. വെളിപ്പാട് പുസ്തകത്തിൽ മരണവും പാതാളവും എന്ന പദം പലതവണയായി കാണപ്പെട്ടിട്ടുണ്ട്. ഇവ പലപ്പോഴും വ്യക്തിത്വം നൽകിയ ശക്തികളായി അല്ലെങ്കിൽ പേഴ്സോണിഫിക്കേഷനായി അവതരിപ്പിക്കുക, വ്യക്തിത്വം നൽകുന്ന ശക്തികളായി അവതരിക്കപ്പെടുകയാണ്. എന്നാൽ ഇവ രണ്ടും ദൈവത്തിൻ്റെ പരമാധികാരത്തിനും യേശുക്രിസ്തുവിൻ്റെ അധികാരത്തിനും കീഴിലാണ് പ്രവർത്തിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 12-ാം വാക്യം വായിച്ചതുപോലെ, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഇവിടെ യേശുക്രിസ്തു തൻ്റെ മരണവും ഉയർപ്പും മുഖാന്തരം മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും മേൽ സമ്പൂർണ്ണ അധികാരം സ്വന്തമാക്കി എന്ന് പ്രഖ്യാപിക്കുകയാണ്. മരണം കാണിക്കുന്ന മനുഷ്യൻ്റെ ഭൗതിക മരണം, പാതാളം ഹെയ്റ്റ്സ് കാണിക്കുന്നത് അന്തിമ ന്യായവിധിക്ക് മുമ്പ് മരിച്ചവരുടെ ആത്മാക്കൾ പാർക്കുന്ന സ്ഥലം അല്ലെങ്കിൽ മരിച്ചവരുടെ ലോകം എന്ന അർത്ഥത്തിലാണ്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മളിത് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു, അതിന്മേൽ ഇരിക്കുന്നവന് മരണമെന്ന് പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളയുവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു. ഇവിടെ മരണവും പാതാളവും വ്യക്തിത്വം നൽകിയ ശക്തികളായി ചിത്രീകരിക്കപ്പെടുകയാണ്. മരണം, വാൾ, ക്ഷാമം, മഹാമാരി, കാട്ടുമൃഗങ്ങൾ എന്നിവ മുഖാന്തരം മനുഷ്യരെ കൊല്ലുന്നു. പാതാളം മരിക്കുന്നവരെ സ്വീകരിക്കുന്നു. മുദ്രകൾ തുറക്കുമ്പോൾ ഭൂമിയിൽ വരുന്ന ദൈവ ന്യായവിധികളുടെ ഫലമായി ഇത് ഉണ്ടാകുന്നു എന്ന് നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ കഴിയും. അടുത്തതായി കാണുന്നത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 13-ാം വാക്യമാണ്. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു.
ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തികൾക്കടുത്ത വിധി ഉണ്ടായി എന്ന് നമുക്ക് വായിക്കുവാൻ കഴിയും. 20:14 അതിനെ തുടർച്ചയായി നാം കാണുന്നത്, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു, ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. രണ്ടാമതായി നാം ചിന്തിക്കേണ്ടത് താക്കോലുകൾ. അത് എന്തിനെ സൂചിപ്പിക്കുന്നു? താക്കോലുകൾ അധികാരത്തിൻ്റെ അടയാളമാണ്. വേദപുസ്തകത്തിൽ താക്കോൽ എന്നത് അധികാരത്തെയും നിയന്ത്രണത്തെയും സൂചിപ്പിക്കുന്നു. താക്കോൽ കൈവശമുള്ളവരാണ് തുറക്കുവാനും അടയ്ക്കുവാനും അധികാരമുള്ളത്. താക്കോലുകൾ അധികാരത്തിൻ്റെ പ്രതീകമാണ്. മരണവും പാതാളവും ഇനി സ്വതന്ത്ര ശക്തികളല്ല, അവ യേശുക്രിസ്തുവിൻ്റെ നിയന്ത്രണത്തിൽ ആണ് എന്ന് ഈ വാക്യം 1:18 നമ്മളെ സൂചിപ്പിക്കുന്നു. പ്രശസ്ത ബൈബിൾ പണ്ഡിതനായ ഡേവിഡ് ഓൺ പറയുന്നത് പോലെ, യഹൂദ, ഗ്രീക്ക്, റോമൻ സംസ്കാരങ്ങളിൽ താക്കോൽ പരമാധികാരത്തിൻ്റെ ചിഹ്നമായിരുന്നു. യെശയ്യാ പ്രവചനം 22-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ദൈവം എല്യാക്കീമിന് ദാവീദിൻ്റെ ഭവനത്തിൻ്റെ താക്കോൽ കൊടുക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ അർത്ഥം രാജഭവനത്തിൻ്റെ മേലുള്ള പൂർണ്ണ അധികാരമാണ്. അതിപ്രകാരം വായിക്കുന്നു, അന്നാളിൽ ഞാൻ ഹിൽക്കിയാവിൻ്റെ മകനായി എൻ്റെ ദാസനായ എല്യാക്കീമിനെ വിളിക്കും. അവനെ ഞാൻ നിന്റെ അങ്കി ധരിപ്പിക്കും, നിന്റെ കച്ച കൊണ്ട് അവനെ അരകിട്ടും. നിന്റെ അധികാരം ഞാൻ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. അവൻ യെരൂശലേം നിവാസികൾക്കും യഹൂദാ ഗൃഹത്തിനും ഒരു അപ്പനായിരിക്കും. തുടർന്ന് നാം ഇപ്രകാരം വായിക്കുന്നു, ഞാൻ ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ വയ്ക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. ഇതേ ചിത്രം യേശുക്രിസ്തു വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ പ്രസ്താവിക്കുന്നു. ഫിലദൽഫിയ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ ഉള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നു എന്നാണ് നമുക്കവിടെ വായിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ യേശുക്രിസ്തു ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ എന്ന് നമുക്ക് ഈ ഭാഗങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും. മൂന്നാമതായി നാം ചിന്തിക്കുന്നത് മരണത്തിന്മേലുള്ള യേശുക്രിസ്തുവിന്റെ ജയം. എബ്രായ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ പ്രകാരം കാണുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചുവെന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 55, 56, 57 വാക്യങ്ങളിൽ ഇപ്രകാരം പ്രസ്താവിക്കുന്നു, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് നമുക്ക് ആ ഭാഗത്ത് കാണുവാൻ കഴിയുന്നു. നാലാമതായി ചിന്തിക്കുന്നത് അവസാനമായി എന്ത് സംഭവിക്കും? വാട്ട് വിൽ ഹാപ്പൻ അറ്റ് ദി എൻഡ്? പ്രശസ്ത എഴുത്തുകാരനായ ജി കെ ബിൽ എഴുതുന്നത് ഇപ്രകാരമാണ്, മരണവും പാതാളവും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ശക്തികളല്ല, അവയ്ക്ക് മേൽ പൂർണ്ണ പരമാധികാരം ക്രിസ്തുവിനാണ്. 20-ാം അധ്യായം വെളിപ്പാട് പുസ്തകം 13-ാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നു, സമുദ്രം തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു, മരണവും പാതാളവും അവയിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു. അന്തിമ ഉയർപ്പിൻ്റെ സമയത്ത് മരണം തൻ്റെ കൈവശമുള്ള എല്ലാ മരിച്ചവരെയും വിട്ടുകൊടുക്കുന്നു, പാതാളം തൻ്റെ കൈവശമുള്ള എല്ലാവരെയും പുറത്തു കൊണ്ടുവരുന്നു.
അന്തിമ ന്യായവിധിക്ക് മുമ്പ് ആരും മരണത്തിലോ പാതാളത്തിലോ ശേഷിക്കുകയില്ല. വെളിപ്പാട് പുസ്തകം 20:14 നമ്മൾ ഇപ്രകാരം കാണുന്നു: മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. മരണവും പാതാളവും ബൈബിളിലെ അർത്ഥം നമുക്ക് ഒന്നുകൂടെ നോക്കാം. മരണം ശാരീരിക മരണത്തെ കാണിക്കുന്നു. എന്നാൽ പാതാളം, ഹെയ്ഡ്സ്, മരിച്ചവരുടെ താൽക്കാലിക വാസത്തെ കാണിക്കുന്നു, മരിച്ചവരുടെ ലോകത്തെ കാണിക്കുന്നു. മരണം ഭൂമിയിലെ ജീവിതത്തിൻ്റെ അവസാനമാണ്. എന്നാൽ ഹെയ്ഡ്സ്, പാതാളം, ഉയർത്തെഴുന്നേൽപ്പിന് മുമ്പ് മരിച്ചവർ സൂക്ഷിക്കപ്പെടുന്ന സ്ഥലമാണത്. മരണം പാപത്തിലൂടെ ലോകത്തിൽ സംഭവിച്ചു. റോമാലേഖനം 5:12 നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നു: അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു എന്നാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ പാതാളം എന്ന് പറയുന്നത് അന്തിമ ന്യായവിധിക്ക് മുമ്പുള്ള താൽക്കാലിക സ്ഥലമാണ്. മരണം അവസാനം നശിപ്പിക്കപ്പെടും. വെളിപാട് പുസ്തകം 20:14. പാതാളം അതും അവസാനം നശിപ്പിക്കപ്പെടും. വെളിപ്പാട് പുസ്തകം 20:14. ചില പ്രധാനപ്പെട്ട സത്യങ്ങൾ മരണത്തെക്കുറിച്ചും പാതാളത്തെക്കുറിച്ചും മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. മരണം ഒരു ശത്രുവാണ്, ഒരു സുഹൃത്തല്ല. 1 കൊരിന്ത്യർ ലേഖനം 15:26 നാം കാണുന്നു: അവസാന ശത്രുവായി മരണം നീക്കി കളയപ്പെടും. പാതാളം അന്തിമ ലക്ഷ്യമല്ല, അതൊരു താൽക്കാലിക അവസ്ഥയാണ്. 3, യേശുക്രിസ്തുവിന് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും മേൽ പൂർണ്ണ അധികാരമുണ്ട്. കാരണം തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ അവൻ മരണത്തെ ജയിച്ചു. നാം വായിച്ച വാക്യം അത് സ്ഥിരീകരിക്കുകയാണ്. 4, അന്തിമ ന്യായവിധിക്ക് ശേഷം മരണവും ഹദീസും അല്ലെങ്കിൽ പാതാളവും എന്നേക്കുമായി ഇല്ലാതെയാകും. വെളിപ്പാട് പുസ്തകം 20:14. ഇതാണ് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും അവസാന പരാജയം. ഇതിൻ്റെ അർത്ഥം മരണം എന്നേക്കുമായി ഇല്ലാതെയാകും, പാതാളത്തിൻ്റെ താൽക്കാലിക ദൗത്യം അവസാനിക്കും, ദൈവജനങ്ങൾക്ക് ഇനി ഒരിക്കലും മരണമുണ്ടാകുകയില്ല. വെളിപ്പാട് പുസ്തകം 21:4. വിശ്വാസികൾക്ക് മരണത്തെ ഭയക്കേണ്ട കാര്യമില്ല. കാരണം ക്രിസ്തു മരണത്തെ ജയിക്കുകയും നിത്യജീവൻ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 11:25-26 വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. മാർത്ത അവനോട്, ഒടുവിലത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നാണ് നമുക്കവിടെ വായിക്കാൻ കഴിയുന്നത്. 26 വാക്യം വളരെ പ്രസക്തമാണ്. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. അത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ് യേശു ഇവിടെ സൂചിപ്പിക്കുന്നത്. വെളിപ്പാട് പുസ്തകം അനുസരിച്ച് മരണം എന്നത് ശാരീരിക മരണത്തിൻ്റെ ശക്തിയെയും പാതാളം മരിച്ചവരുടെ താൽക്കാലിക വാസസ്ഥലത്തെയും സൂചിപ്പിക്കുന്നു. ഈ രണ്ടും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരമാധികാരത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നവയാണ്. എന്നാൽ ഇവ പൂർണ്ണമായും യേശുക്രിസ്തുവിൻ്റെ അധികാരത്തിന് വിധേയമാണ്. കാരണം മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ അവൻ്റെ കൈകളിലാണ്. വെളിപ്പാട് പുസ്തകം 1:18.
ചരിത്രത്തിൻ്റെ അവസാനത്തിൽ മരണവും പാതാളവും തങ്ങളിലുള്ള എല്ലാവരെയും ന്യായവിധിക്കായി ഏൽപ്പിച്ചു കൊടുക്കും. തുടർന്ന് അവ രണ്ടും തീപ്പൊയ്കയിൽ എറിയപ്പെടും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 13-14 വാക്യങ്ങൾ. ഇത് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും ശാശ്വതമായ അവസാനത്തെ സൂചിപ്പിക്കുന്നു. എന്നാൽ വെളിപ്പാട് പുസ്തകം യേശുക്രിസ്തുവിനെ മരണത്തെ ജയിച്ച വിജയിയായ കർത്താവായി അവതരിപ്പിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉയർത്തെഴുന്നേൽപ്പും നിത്യജീവനും ഉറപ്പു നൽകുന്നത് അവനാണ്. മരണത്തെ ഒരു പൂട്ടിയ തടവറയായി ചിന്തിക്കുക. മനുഷ്യന് സ്വന്തം ശക്തി കൊണ്ട് ആ തടവറയിൽ നിന്നും പുറത്തു വരുവാൻ കഴിയില്ല. യേശു മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചു. കാൽവറി ക്രൂശിൽ അവൻ മരിച്ചു. 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. തൻ്റെ മരണത്താലും ഉയർപ്പിനാലും മരണത്തിന്മേൽ പൂർണ്ണ വിജയം നേടി. ഇപ്പോൾ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലുകൾ അവൻ്റെ കൈകളിലാണ്. ആയതിനാൽ മരണം ഇനി പരമാധികാരം അല്ല, യേശുക്രിസ്തുവാണ് പരമാധികാരി. റിച്ചാർഡ് ബൗക്കം എന്ന എഴുത്തുകാരൻ പറയുന്നത്, റോമൻ സാമ്രാജ്യത്തിന് പീഡനം നേരിടുന്ന സഭയ്ക്ക് ഈ വചനം ഏറ്റവും വലിയൊരു ആശ്വാസമായിരുന്നു. റോമിന് അവരുടെ ശരീരത്തെ കൊല്ലുവാനും കഴിഞ്ഞേക്കാം, എന്നാൽ അവരുടെ നിത്യജീവനെ തൊടുവാൻ കഴിയുകയില്ല. കാരണം മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ യേശുക്രിസ്തുവിൻ്റെ കൈകളിലാണ്. വിശ്വാസികൾ മരണത്തെ ഭയക്കേണ്ട കാര്യമില്ല. കാരണം ക്രിസ്തു മരണത്തെ ജയിച്ചിരിക്കുന്നു. പീഡനങ്ങളെ ഭയക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ജീവൻ ക്രിസ്തുവിൻ്റെ കരങ്ങളിലാണ്. ഉയർപ്പിൻ്റെയും ന്യായവിധിയുടെയും നിത്യജീവന്റെയും അധികാരം യേശുക്രിസ്തുവിനാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണം അവസാന വാക്കല്ല, നിത്യജീവനിലേക്കുള്ള പ്രവേശന കവാടമാണ്. നമ്മൾ വായിച്ചു കേട്ടതുപോലെ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-26 വാക്യങ്ങളിൽ നമുക്ക് ഇപ്രകാരം കാണുന്നു. ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായം 21-23 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കുവാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈകളുണ്ട് എന്ന് യേശു പറഞ്ഞു. അവർ മരണത്തെ ജയിച്ചവനാണെന്നും മരണത്തിന്മേലും അധികാരമുള്ളവനാണെന്നും സമ്പൂർണ്ണ അധികാരം അവനുള്ളതും വിശ്വാസികൾക്ക് ഉറപ്പു നൽകുന്ന ഒരു മഹത്തായ വാഗ്ദാനമാണിത്. അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ മരണത്തെ ഭയപ്പെടാതെ ഉയർപ്പിൻ്റെയും നിത്യജീവന്റെയും പ്രത്യാശയോടെ ജീവിക്കാം. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. God bless you.